കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി മദ്യപസംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് സുജിത്ത് എന്നും പോലീസുകാർ ബിരിയാണി വാങ്ങി കൊടുക്കണമായിരുന്നു എന്നും KV അബ്ദുൽ ഖാദർ ചോദിച്ചു. അബ്ദുൽ ഖാദറിന്റെ പരാമർശങ്ങൾക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. മനുഷ്യാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി സുജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ 4-അംഗ മദ്യപ സംഘത്തെ ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ചെന്നിട്ട് ജീപ്പിൽ നിന്ന് അവരെ ബലമായിട്ട് പിടിച്ചിറക്കി. അവർ കൊണ്ടുപോയിട്ട് തടവി ബിരിയാണി മേടിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം സർക്കാരിനെ മാത്രമല്ല പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയതോടെയാണ് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന്റെ ന്യായീകരണം. തനിക്കെതിരായ കേസുകൾ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമെന്നും താൻ മദ്യപിക്കുന്ന ആളല്ലെന്നും സുജിത്ത് VSന്റെ മറുപടി. മദ്യപിക്കാറില്ല, നിരവധി കേസുകളിൽ പ്രതിയാണെന്നൊക്കെ പറയുന്നത് ഞാനൊരു പൊതുപ്രവർത്തകനാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകൾ നിരവധി ഉണ്ട്. ഇപ്പോൾ ജാമ്യം എടുത്തതും എടുക്കാത്തതുമായിട്ടുള്ള നിരവധി കേസുകൾ നിലവിലുണ്ട്. സുജിത്ത് മദ്യലഹരിയിലായിരുന്നു എന്ന പോലീസ് വാദം വൈദ്യപരിശോധന റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ കോടതി തന്നെ തള്ളിയതാണെന്ന് കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂർ. പോലീസ് അത് കാരണമാണല്ലോ ചാവക്കാട് മജിസ്ട്രേറ്റ് സ്വാഭാവികമായി ജാമ്യം തന്നത്. കേരളത്തിലെ പോലീസ് 2.5 കൊല്ലമായിട്ട് ചാർജ് പോലും കൊടുക്കാൻ പറ്റാത്ത പോലീസിന്റെ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ്. ഈ വാർത്ത പ്രതികരിക്കുന്നതിന് തെറ്റാണ്. KV അബ്ദുൽ ഖാദറിനെ പരിഹസിച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും രംഗത്തെത്തി. താരതമ്യേന മാർക്സിസ്റ്റ് പാർട്ടിയിലെ സൗമ്യനായ നേതാവ് എന്നറിയപ്പെടുന്ന ശ്രീ KV അബ്ദുൽ ഖാദർ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ പഠിക്കാൻ തുടങ്ങിയിരിക്കുക. എനിക്ക് വളരെ സഹതാപം തോന്നുകയാണ് അബ്ദുൽ ഖാദറിനോട്. മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മർദ്ദന സമയത്ത് ജീപ്പ് ഓടിച്ചിരുന്ന CP ഷുഹൈറിനെ പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലിയിൽ തുടരാൻ അനുവദിക്കരുതെന്ന് പഴയന്നൂർ പഞ്ചായത്തും പ്രമേയം പാസാക്കി. മീഡിയ 1 തൃശൂർ.